സൗജന്യ ബസ് കാത്തുനിന്ന വനിതകൾക്ക് കിട്ടിയ 8ന്റെ പണി കൂടി പുറത്തു വരുന്നുണ്ട്. രാഖി രാമാനം പല ഓർഡിനറി ബസ്സുകളെയും സിറ്റി ഫാസ്റ്റ് ആക്കിക്കൊണ്ട് നാമമാത്രമായ ബസ്സിലേക്ക് ചുരുക്കി വിസ്മയം കാട്ടി സ്ത്രീകളെ പറ്റിക്കാനുള്ള തന്ത്രം മെനഞ്ഞു എന്ന് അവിടെ തന്നെ തെളിയുകയാണ്. റിപ്പോർട്ടർ ചാനൽ ഇന്നിപ്പോ കിഴക്കേക്കോട്ടയിൽ നിന്ന് തന്നെ സൗജന്യ ബസ് കാത്തുനിന്ന സ്ത്രീകൾക്ക് കിട്ടിയ പണിയുടെ വാർത്ത കാട്ടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ സൗജന്യ യാത്രാ ബസ് നോക്കി നിൽക്കുകയാണെങ്കിൽ പോകേണ്ട കാര്യം കഴിഞ്ഞാലും ബസ് കിട്ടാത്ത അവസ്ഥയുണ്ട്. ടി വി പ്രസാദ് ഉണ്ട്. യാത്രക്കാരെന്തോ പ്രതിഷേധിക്കുന്നുണ്ടെന്ന് അറിയുന്നു. ടി വി പ്രസാദ്, എന്തിനാണ് യാത്രക്കാരുടെ പ്രതിഷേധം? അരുൺ, സൗജന്യ യാത്ര ഇന്ന് രാവിലെ തുടങ്ങുമെന്ന പ്രഖ്യാപനമുണ്ടായി. 9 മണിക്ക് ശേഷം അത് പ്രതീക്ഷിച്ച് ഒരുപാട് സ്ത്രീകൾ നിരത്തിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടയിൽ എത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നിരവധി ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ഒരൊറ്റ സൗജന്യ ബസ് പോലും കണ്ടില്ല. ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് വിഷമം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്. എന്താ സംഭവിച്ചത്? രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഫ്രീ നെടുമങ്ങാട് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള ബസ്. എത്രയോ ജനങ്ങൾ നമ്മളെല്ലാം ഓരോരുത്തന്ന് വരുന്നവരാ. അപ്പൊ നീ നെടുമുട്ടിന്ന് വരുന്നതാണ്, നരിയാമ്പൂട്ടിന്നാണ്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് കൊടപ്പനക്കുന്നിലേക്ക് എത്ര സമയം നിന്നിട്ട് ശേഷം 3/4 മണിക്കൂറായി. അതും സഹിച്ച വയ്യത്തന്നെ ഇവിടെ വന്ന് ചോദിച്ചത്. സിറ്റി പാസ് കൊടപ്പനക്കുന്ന്. അരുൺ, ഇത് കണ്ടോ? എല്ലാ ബസ്സുകൾക്കും സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറാണ് പതിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഏകദേശം എല്ലാ സ്ത്രീകളും സൗജന്യ യാത്ര പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. അവർക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. എത്ര മണിക്കാ വന്നത്? ഞാനാണെങ്കിൽ 3/4 മണിക്കൂർ നരിയാമ്പൂടാണ് പുൽപ്പടിയിൽ നിന്നതാണ്. കിട്ടാനില്ലാത്തോണ്ട് സാധാരണ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ 9 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ഫ്രീ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. സാധനങ്ങളും വാങ്ങിച്ച് വന്നതാണ്. അവിടുന്ന് ബസ്സിന് പൈസ കൊടുത്താണ് വന്നത്. ഈ സ്റ്റോട്ടിലെ ബസ്സിന് വേണ്ടി നമ്മൾ 18 രൂപ ഞാൻ കൊടപ്പനക്കുന്നിന് കൊടുത്ത അവസ്ഥയായി പോയി കേട്ടോ. സ്റ്റിക്കർ ഇതാ പുതിയത് പതിച്ചിരിക്കുന്നു എന്നതാണ്. സൂപ്പർ ഫാസ്റ്റിന്റെ സ്റ്റിക്കർ, സിറ്റി ഫാസ്റ്റിന്റെ സ്റ്റിക്കർ മുന്നിൽ കൂടാതെ അരുൺ കാണാതിരിക്കരുത് എന്ന് കരുതി അരികിലും ഇവിടെ കയറിയിരുന്നോ? ഒടുവിൽ പൈസ കൊടുത്ത് പോകാൻ തീരുമാനിച്ചു. അതേ പറ്റൂ, അല്ല നമുക്ക് ഫ്രീ ഒന്നും കിട്ടില്ല. 9 മണിക്ക് പദ്ധതി തുടങ്ങി. 10:45 സമയം. ആ പൈസ കൊടുത്ത് പോകാന്ന് വിചാരിച്ചു. ഇതില് നമ്മൾ പൈസ കൊടുത്ത് പോണേന് ഏറ്റവും സുഖം. അതാണ് സുഖം. സൗജന്യയാത്ര വേണ്ട. സൗജന്യയാത്ര തുടങ്ങി വേണ്ടേ? സൗജന്യം വേണം. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയാമോ? ഒരു തരപ്പെട്ട സാധുക്കൾക്ക് കയ്യിൽ 5 പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് സഹായം ചെയ്യുക. അത് നല്ല കാര്യം. ബസ്സില്ലേ? നമ്മളത് അന്വേഷിക്കാൻ ബസ് കണ്ടോ? സൗജന്യ ബസ് കണ്ടോ? ബസ് ഇഷ്ടം പോലെ കണ്ടായിരുന്നു. എവിടെയൊക്കെ പോട്ടെ? എനിക്ക് പേരൂർക്കട പൈസ കൊടുക്കുന്ന ഒന്നുമില്ല. നമ്മൾ വിദഗ്ധമായി വാക്കുകൾ കൊണ്ട് 1-2 ബസ്സുകൾ ഓടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അല്ലെങ്കിൽ വനിതകൾക്ക് കൂടുതൽ സൗജന്യ യാത്ര കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബസ് ഏർപ്പെടുത്തണം. സർവീസുകളിൽ മെജോറിറ്റിയും സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയതിനു ശേഷം ചെറിയ തരികിട പരിപാടികളിലൂടെ കുറച്ച് ബസ്സുകളാക്കി സ്ത്രീകളെ നൈസായി വഞ്ചിക്കുന്ന പരിപാടിയാണ്. അതായത് സൗജന്യ ബസ്സിന് വേണ്ടി കാത്തു നിന്ന് മരവിച്ച് ഒടുവിൽ ആ ബസ് വേണ്ട, പുല്ല് കിട്ടണേ പോകാമെന്നുള്ള മനോഭാവത്തിൽ ഒടുവിൽ സ്ത്രീകൾ പരുവപ്പെട്ടു വരണം. അതിനെന്താണ്? സൗജന്യ ബസ് യാത്ര ഉണ്ട്. എവിടെ? ഓർഡിനറി ബസ് എവിടെ വരും? എപ്പോ? അത് നിങ്ങൾ കാത്തുനിന്ന് പണ്ടാരം അടങ്ങിയാലും ആ ബസ് വരാത്ത അവസ്ഥയുണ്ടെന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുമ്പോൾ ആ കൊട്ടിഘോഷിച്ചിരിക്കുന്ന പ്രഖ്യാപനത്തിന്റെ ഉള്ളറകൾ എന്താണെന്നും അതിന്റെ അകം പൊള്ളയാണെന്നുള്ളതിന്റെ തെളിവാണ് ആദ്യത്തെ ദിവസം തന്നെ കിട്ടിയ ഈ പണി എന്ന് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഒരു പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ സ്ത്രീകളുടെ പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ സൗജന്യ ബസ് യാത്ര 2 മണിക്കൂറായിട്ട് കിട്ടാനില്ല. സ്വാഭാവികമായിട്ടും കൂടുതൽ ബസ് ഉണ്ടെങ്കിലല്ലേ കൂടുതൽ സർവീസ് നടത്താൻ പറ്റൂ. പരമാവധി ബസ്സുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയ ഒരു വിസ്മയം ഇതിനിടയിൽ കൂടി മുഖ്യൻ കാട്ടിയിട്ടുണ്ട്. അങ്ങനെ സൗജന്യ ബസ് യാത്ര എന്ന മോഹവുമായി ഇറങ്ങിയാൽ നിങ്ങൾക്ക് വൈകിട്ട് നടത്തേണ്ട ആവശ്യമാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. എന്നാൽ സൗജന്യ ബസ് എപ്പോഴെങ്കിലും കിട്ടും. വൈകിട്ടത്തെ കാര്യം കാണാം. രാവിലത്തെ തന്നെ അത്യാവശ്യത്തെ ഏതെങ്കിലും കാര്യത്തിന് സൗജന്യ ബസ് കാത്തു നിന്നാൽ നിങ്ങളുടെ കാര്യവും നടക്കില്ല, പണി പാളുകയും ചെയ്യുമെന്ന് ആ പ്രതികരണങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്.